ശൈലജ എനിക്കെൻ്റെ ഒരു അനിയത്തിയെ പോലെയാണ്. ഞങ്ങൾ ഒന്നിച്ച് ഏറെ വർഷക്കാലമായി, ചെറിയ പ്രായക്കാലം മുതൽക്ക് ഞങ്ങൾ ഒന്നിച്ച് വർക്ക് ചെയ്യുന്നവരാണ്. ശൈലജയെ എനിക്കറിയാം, കണ്ണൂർ ജില്ലക്കാർക്കറിയാം, കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അറിയാം, കേരളത്തിന് പുറത്തുള്ള മലയാളികൾക്കും അറിയാം. അങ്ങനെയുള്ള ഒരു വ്യക്തിത്വത്തെ ഈ തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി പോയി വടകരയിൽ ജയിച്ചു വരികയാണ്, വടകരയിൽ ജയിക്കും എന്നതെല്ലാം വെച്ച് ഈ രൂപത്തിലുള്ള വ്യക്തിഹത്യ നടത്തുക എന്ന് പറഞ്ഞാൽ അതിനെന്താ അർത്ഥം? ഇതാണോ കേരളീയ സംസ്കാരം? ഇതാണോ കോൺഗ്രസ് സംസ്കാരം? ഇതാണോ നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന രീതി? ഈ കാര്യത്തെ സംബന്ധിച്ച് ഉന്നതരായിട്ടുള്ള നേതാക്കളുണ്ടല്ലോ. അഖിലേന്ത്യാ തലത്തിൽ നിന്ന് വന്നിട്ടുള്ള ശ്രീ കെ സി വേണുഗോപാലൻ ഉൾപ്പെടെയുള്ള നേതാക്കളുണ്ടല്ലോ. ശ്രീ രമേശ് ചെന്നിത്തല ഉണ്ടല്ലോ. ഇപ്പോൾ ചാർജ് വഹിക്കുന്ന ഹസനുണ്ടല്ലോ. KPCCയുടെ പ്രസിഡൻ്റായ സുധാകരനുണ്ടല്ലോ. നിങ്ങളുടെ സംസ്കാരം ഇതാണോ? ഈ തരത്തിൽ വടകരയുടെ LDFൻ്റെ സ്ഥാനാർത്ഥിയായി പോയി അവർ വടകരയിൽ ജയിക്കും എന്ന ഒരു അവസ്ഥ വരുമ്പോൾ ഇത്രയും നീചമായ, ഇത്രയും സംസ്കാരശൂന്യമായ വാക്കുകൾ ഉപയോഗിച്ച് ഈ രീതിയിൽ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അത് ആരിൽ നിന്ന് വന്നതാണ് എന്നാണ് പിന്നെ നിങ്ങൾ കരുതുന്നത്? അവരെ അടക്കി നിർത്തേണ്ടേ? അത് തന്നെയാണ് ശൈലജ ടീച്ചർ ചോദിച്ചത്. ഇങ്ങനെ ഈ രൂപത്തിലുള്ള ആക്രമണം നടത്തുന്നവരെ നിയന്ത്രിക്കാൻ ഇവിടെ ആരുമില്ലേ എന്നാണ് ശൈലജ ടീച്ചർ ചോദിച്ചത്. അല്ല, നിങ്ങളുടെ ഒന്നും നിയന്ത്രണത്തിന് നിൽക്കുന്നവരല്ലേ? നിങ്ങളുടെ വരുതിക്ക് നിൽക്കാത്തവരാണോ അവർ? അങ്ങനെയാണെങ്കിൽ അവരെ തള്ളിപ്പറയണ്ടേ? ഇത് കേരളത്തിൽ നടാടെയാണ്. ഇതിനു മുൻപും എത്രയോ സ്ത്രീകൾ മത്സരിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ 3 വനിതകൾ LDFനുണ്ട്. ഈ 3 വനിതകൾ വളരെ 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 3 മണ്ഡലങ്ങളിലും, വടകരയിൽ കേരളത്തിൽ 20 മണ്ഡലത്തിൽ ഒന്നാമതാവും. വയനാട് കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ നേതാവിനെതിരെയാണ് മത്സരിക്കുന്നത്, ആനി രാജ. അതുപോലെ എറണാകുളത്ത് UDFൻ്റെ കോട്ടയാണെങ്കിലും അവിടെ പല പത്രക്കാരും പറയുന്നത് ഷൈൻ ടീച്ചർ ജയിച്ചു വരത്തക്ക വിധത്തിലുള്ള വലിയ ഒരു ആവേശം ജനങ്ങൾക്കിടയിൽ, ഒരു വനിത ജയിച്ചു വരണം എന്നുള്ള പ്രതീക്ഷ അവർക്കുണ്ട്, എല്ലാ വിശ്വാസമുണ്ട്. ഷൈൻ ടീച്ചർ ജയിക്കും എന്ന് അവർ പറയുന്നു. ആനി രാജ ജയിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അവിടുത്തെ ജനങ്ങളെ വിശ്വാസം. കാരണം അത്രയേറെ ഒരു മുന്നേറ്റം അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. എന്നാൽ വടകര ആദ്യം മുതൽക്ക്, ഇപ്പോഴല്ല, ആദ്യം മുതൽക്ക് വടകര എന്ന് പറയുന്ന പാർലമെൻറ്റ് മണ്ഡലം വളരെ വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരിച്ചു പിടിക്കും എന്നുള്ളത് കേരളത്തിലാകെയുള്ള മലയാളികളുടെ വിശ്വാസമാണ്. ജയിക്കണം എന്നുള്ള അവരുടെ ആഗ്രഹമാണ്. അതിനെ തകർക്കാൻ, ആ വിജയം, ആ ഭൂരിപക്ഷം അതോടുകൂടി ഉണ്ടാകുന്ന വിജയത്തെ തകർക്കാൻ അതിന് ഈ രൂപത്തിലുള്ള ആക്രമണമാണോ നടത്തുക? അങ്ങനെയാണെങ്കിൽ പറയണം കോൺഗ്രസിൻ്റെ സംസ്കാരം ഇതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന രാഷ്ട്രീയ എതിരാളികളെ കീഴ്പ്പെടുത്താൻ, അവർക്ക് ജനങ്ങൾക്കിടയിൽ ഏറ്റവും മോശമായ ഒരു വിചാരം സൃഷ്ടിക്കാൻ, ചിന്താഗതി സൃഷ്ടിക്കാൻ ഇതൊക്കെയാണ് മാർഗമെങ്കിൽ അത് നിങ്ങൾ തുറന്നു പറ.